ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 39 ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. അർപ്പണമായ ആരാധന എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെയും ഉത്ഥാനത്തെയും അനുസ്മരിക്കുകയും ക്രിസ്തു സംഭവത്തിൽ പങ്കുചേരുവാൻ സഭ ഒരുങ്ങുകയും ചെയ്യുന്ന അവസരങ്ങളാണ് നോമ്പ് ദിനങ്ങൾ. ജീവിത വഴികളെ ശോധന ചെയ്യുവാനും വചനത്തിലൂടെ പുതുക്കപ്പെടുവാനും ഈ നോമ്പാചരണം മുഖാന്തരമാകണം. ഇന്നത്തെ വചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിൽ നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു പിതാവ് വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ പുരുഷന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്നവരോട് പറഞ്ഞു. യെരുശലേം ദേവാലയത്തിൽ യേശുക്രിസ്തു സ്ഥിരമായി പോവുകയും പതിവായിരുന്നു. പ്രാർത്ഥനകളും പുരുഷാരവും തിങ്ങി നിറഞ്ഞ് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ കടന്നു വരുന്ന വിധവയും സാധുവുമായ ഒരു സ്ത്രീയുടെ സമർപ്പണത്തെ യേശു പ്രശംസിക്കുന്നതായി ഈ ഭാഗം വ്യക്തമാക്കുന്നു. ധനവാന്മാർ ഭണ്ഡാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിനിടയിൽ ഈ സാധുവായ വിധവ തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 2 കാശ് നിക്ഷേപിക്കുന്നത് കണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമായി ഇട്ടിരിക്കുന്നു. യേശു അവളുടെ അർപ്പണത്തെ അഭിനന്ദിക്കുന്നു. ധനവാന്മാർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശമാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത്. എന്നാൽ ഈ സാധുവായ വിധവ അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ അവിടെ അർപ്പിക്കുകയായിരുന്നു. അവൾ അർപ്പിച്ച ആ ചെറിയ നാണയത്തൊട്ടുകൾ മറ്റെന്തിനേക്കാളും മൂല്യമുണ്ടെന്ന് യേശു ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. അവളുടെ സമൃദ്ധിയിൽ നിന്നല്ല അവൾ നിക്ഷേപിച്ചത്, അവളുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്നാണ്. ധീരമായ വിശ്വാസത്തെയും ത്യാഗപൂർണമായ സമർപ്പണത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. സ്വന്തം ജീവനെ പോലും വില കൽപ്പിക്കാതെ ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാൻ അവൾ തയ്യാറാകുന്നു. ദൈവം തനിക്കായി കരുതുമെന്ന ഒരു വിശ്വാസം അവളിലുണ്ടായിരുന്നു. നാളെ പറ്റിയുള്ള ഭാരം അവളെ ഒട്ടും അലോസരപ്പെടുത്തിയിരുന്നില്ല. വൈദവ്യത്തിന്റെ ഒറ്റപ്പെടൽ അവളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. അവളുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു. ഏത് കാര്യത്തിലും നാം ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ സമർപ്പണം ആവശ്യമാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആണ് ഈ വിധവയെ പോലെ ഉള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അനന്യാസിനെ സഫീറയും പോലെ ഒരു ഭാഗം മാറ്റിവെച്ച് നൽകുന്ന സമർപ്പണത്തെ അല്ല, പൂർണ്ണ മനസ്സോടെയുള്ള സമർപ്പണത്തെയാണ് കർത്താവ് മാനിക്കുന്നത്. നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതിനാൽ നിന്നെ അധികത്തിന് വിചാരകനാകുമെന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനാകുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം വ്യക്തമാകുന്നത് പൂർണ്ണമായ സമർപ്പണത്തെയാണ്. പാപികളായ നമുക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ അവൻ ത്യാഗമായി നൽകി. സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും എല്ലാം അവന്റെ നാമമഹത്വത്തിന് വേണ്ടി നൽകാൻ നമുക്ക് കഴിയണം. തന്നെത്താൻ താഴ്ത്തി നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന തിരിച്ചറിവോടെ ജീവിപ്പാൻ കഴിയണം. ആരും കാണാതെ പോകുന്നവരുടെ ഹൃദയ നൊമ്പരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിപ്പാൻ ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രസംഗം നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.